വെൽക്കം ബാക്ക്. നെക്സ്റ്റ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ വിത്ത് ലോസ് ഇൻ വെയ്റ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് ആൻഡ് പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് വെയ്റ്റ് ലോസ് ഉണ്ടായിരിക്കും, നോർമൽ ലോസ് ഉണ്ടായിരിക്കും, അതുപോലെ സെയിൽ ഓഫ് സ്ക്രാപ്പും ഉണ്ടായിരിക്കും. എന്നിട്ട് പകുതി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാക്കിയുള്ളത് ഒരു പോർഷൻ, പകുതിയല്ല ഒരു പോർഷൻ മാത്രം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് തന്നെ ഫസ്റ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കൺസേൺഡ് പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ എന്താണ് അതിൻ്റെ തിയറി എന്നുള്ളത് നോക്കാം. Sometimes the entire output is not transferred to next process. Some parts transferred to go down for sale for direct sold or direct sold to market. ഒന്നുകിൽ ഒരു പാർട്ട് ഗോഡൗണിലേക്ക് പിന്നെ അതിനെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് സെയിൽ ചെയ്യും. Okay, in this case the percentage of output to be transferred to the next process and the percentage of production to send into the godown for sale will be given in the question. ഇത് എങ്ങനത്തെ സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ, ചില പ്രോസസ്സുകളിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ അത് ഒരു പാർട്ടായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് ചില പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ, കംപ്ലീറ്റ് അതിൻ്റെ ആക്ടിവിറ്റി പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഫിനിഷ്ഡ് ഗുഡ്സ് ആവുള്ളൂ. പക്ഷേ ചില പ്രോസസ്സുകൾ അങ്ങനെയല്ല, ചില പ്രോഡക്റ്റുകൾ അങ്ങനെയല്ല. ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ തന്നെ സെയിൽ ചെയ്യാം. സോ അങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ കേസിൽ പാർഷ്യൽ ട്രാൻസ്ഫർ മാത്രമേ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പാർഷ്യൽ ട്രാൻസ്ഫർ മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ നമ്മൾ അവിടുന്ന് തന്നെ സെയിൽ ചെയ്യുന്നു, ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നു. Okay, so if the part of the output is directly sold, the sales value of the output sold is shown on the credit side of the process account. Okay, process accountൽ നമുക്ക് അതിനെ കാണിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ നോക്കുക. Kerala Chemicals Limited manufacture and sell their chemicals produced by consecutive processes. The products of these processes are കെമിക്കൽസ് ആണ്. കെമിക്കൽ മാനുഫാക്ചറിങ്ങിൽ 3 പ്രോസസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നോക്കുക, ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്സ്, ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ്. എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ പ്രോസസ്സ് 1 കഴിയുമ്പോൾ നമ്മൾ 66 2/3% നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, പക്ഷേ 33 നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നു, വെയർ ഹൗസിലേക്കാണ് സെയിൽ ചെയ്യുന്നത്. ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ് ഫോർ സെയിൽസ്, വെയർ ഹൗസിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ദെൻ പ്രോസസ് 2 കഴിയുമ്പോൾ 60% മെറ്റീരിയൽസ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ 40% നമ്മൾ എന്ത് ചെയ്യുന്നു, വെയർ ഹൗസിലേക്ക് നേരിട്ട് സെയിൽ ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അർത്ഥം, ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ 33 പ്രോഡക്റ്റുകളും എന്തായി, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് സെയിൽ ചെയ്യാം. പിന്നെ എന്നാൽ 66 2/3% പ്രോഡക്റ്റുകൾ വീണ്ടും പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതിന് നമ്മൾ വീണ്ടും പ്രോസസ്സ് ചെയ്യാൻ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ പ്രോസസ് 2ൽ എന്ത് ചെയ്യണം, പ്രോസസ് 2 കഴിഞ്ഞാൽ 40% പ്രോഡക്റ്റുകൾ എന്തായി, നമുക്ക് സെയിൽ ചെയ്യാനുള്ള പാകത്തിനായി. എന്നാൽ 60% പ്രോഡക്റ്റുകൾ വീണ്ടും നമുക്ക് വേറൊരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇനി തേർഡ് പ്രോസസ്സ് കഴിഞ്ഞാൽ 100% പ്രോഡക്റ്റുകളും എന്തായി, സെയിൽ ചെയ്യാൻ പാകത്തിനായി. സോ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ് തന്നിട്ടുള്ളത്. ഇൻ സച്ച് പ്രോസസ് 4% ഓഫ് ദ വെയ്റ്റ് പുട്ട് ഈസ് ലോസ്. 4% എന്താണ്, നോർമൽ ലോസ് ആണ്. ആൻഡ് 6% ഈസ് സ്ക്രാപ്പ്, from which process 1 realized ₹3 per ton and process 2 realized ₹5 per ton and process 3 realized ₹6 per ton. അതായത് നോർമൽ ലോസ് 4% നോർമൽ ലോസ്, 6% എന്താണ്, ലോസ് ആണ്. പക്ഷെ അതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. ഫസ്റ്റ് പ്രോസസ്സിൽ നിന്നും 1 ടണ്ണിന് ₹3 വെച്ചും, രണ്ടാമത്തെ പ്രോസസ്സിന് 1 ടണ്ണിന് ₹5 വെച്ചും, മൂന്നാമത്തെ പ്രോസസ്സിന് 1 ടണ്ണിന് ₹6 വെച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ജനുവരി 2019. റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ടൺ. എത്രയാണ് റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? 1400, 160, 1260. റേറ്റ് പെർ ടൺ 10 രൂപ, 16 രൂപ, 7 രൂപ. സോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 140 × 10, 160 × 16, 1260 × 7. ഓക്കെ, ദെൻ വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ഷോയിങ് കോസ്റ്റ് പെർ ടൺ ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം പോലെയായിരുന്നു. പക്ഷേ അതിൽ ഈ ഒരു ഫർദർ ഇൻഫർമേഷൻ തന്നതുകൊണ്ട്, അതായത് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്സും ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ് എന്നുള്ളതും സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രോസസ് അക്കൗണ്ട് 1 ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ പ്രോസസ് 1 അക്കൗണ്ട്. പ്രോസസ് 1 അക്കൗണ്ടിൽ ഇവിടെ നമ്മൾ ടണ്ണും അതുപോലെ യൂണിറ്റ്സും എമൗണ്ട് കോളം സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, സോ പ്രോസസ് 1-ൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, അതുപോലെ വേജസ്. ഈ 2 ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, സോ റോ മെറ്റീരിയൽസ് എത്രയാണ് തന്നിരിക്കുന്നത്? റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1400 ആണ്, 10 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ 14,000 നമുക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ഇനി വേജസ് എത്രയാണ് വരുന്നത്? വേജസ് എന്ന് പറയുന്നത് 5152 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 1400 യൂണിറ്റ്സ് ആണ്. 14,000 പ്ലസ് 5152, 19,152 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 1400, 19,152. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോസ് എത്രയാണ്? 4% നോർമൽ ലോസും 6% സ്ക്രാപ്പ് വാല്യൂ ഉള്ള ലോസും പറയുന്നുണ്ട്. പ്രോസസ് 1-ൽ 3 രൂപ വെച്ചിട്ടാണ് സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ നോർമൽ ലോസ് എഴുതുന്നു. ബൈ നോർമൽ ലോസ് എഴുതുമ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിലും ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രമേ എഴുതുള്ളൂ. എത്രയാണ് വരുന്നത്? 4% ആണ്. സോ 4% ഓഫ് വാട്ട്? 4% ഓഫ് 1400. 1400-ൻ്റെ 4% എന്ന് പറഞ്ഞാൽ 56 വരിക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളൊന്നും എഴുതില്ല. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ്. നമ്മൾ സ്ക്രാപ്പ് വാല്യൂ വിൽക്കുന്നു അല്ലേ? സ്ക്രാപ്പ് വാല്യൂ വിൽക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അത് 6% വരുന്നത്. സോ ഇതിൻ്റെ 6% എന്ന് പറയുമ്പോൾ 1400-ൻ്റെ 6% 84 രൂപയാണ് വരുന്നത്. 3 രൂപ വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. സോ 252 എമൗണ്ട് വരുന്നു. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 252. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഫസ്റ്റ് പ്രോസസ്സിൽ എത്രയാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൈമാറുന്നത്? 66 2/3%. വെയർ ഹൗസിലേക്ക് കൈമാറുന്നതോ? 33 1/3%. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വെയർ ഹൗസിലേക്ക് കൈമാറുന്നതിനെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൈമാറുന്നതിനെ റെക്കോർഡ് ചെയ്യുന്നു. സോ 33 1/3% എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിറ്റ്സുകൾ എത്രയാണ്? ഇവിടെ എത്രയാണ് നമ്മൾക്ക് ബാലൻസ് വരുന്നത് നോക്കാം. ഇവിടെ 1400 ആണുള്ളത് അല്ലേ? ഈ 1400-ൽ നിന്നും 56 + 84 ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 140 ആണ്. സോ 1400-ൽ നിന്നും 140 നമ്മൾ കുറയ്ക്കാം. ഓക്കെ, 1400-ൽ നിന്നും 56ഉം 84 140 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 1360 കിട്ടും. ഓക്കെ അല്ലേ? 1260. സോറി, ഓക്കെ, സോറി 1260 വരിക. 1260 കിട്ടും. ഈ 1260-ന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി 66 2/3-ഉം 33 1/3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് നമ്മൾ അതെല്ലാം നമ്മൾ വർക്ക് നോട്ടിൽ എഴുതാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എഴുതണ്ട. 1460 ഇൻറ്റു 66 2/3% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ 33 1/3% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ 1260 കേട്ടോ. വീണ്ടും ഞാൻ 1460 എഴുതി. 1260-ൻ്റെ സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്?
ഇവിടെ നോക്കുക, ബൈ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതുപോലെ തന്നെ പ്രോസസ് 1 പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കാം. സോ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് 1260ൻ്റെ 33 1/3% 420 വരുന്നത്. ഇവിടെ 840 വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കിട്ടി. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ മുന്നേ എന്താ ചെയ്തിരുന്നത്? മുന്നേ നമ്മൾ സാധാരണ കോസ്റ്റ് പെർ ടൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. പക്ഷേ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് വരുന്നത്? 19,152 ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിൽ നിന്ന് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുന്നു, 252 കുറയ്ക്കും. ഓക്കെ, സോ 252 കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1400-ൽ നിന്ന് 56-ഉം 84-ഉം കുറയ്ക്കും അല്ലേ? അപ്പോൾ 1400-ൽ നിന്നും 1400 കുറച്ചാൽ 1260 കിട്ടും. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ₹15. ഓക്കെ, സോ കോസ്റ്റ് പെർ ടൺ എന്ന് പറയുന്നത് ₹15 ആണ്. സോ ഈ ₹15 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയർ ഹൗസിലേക്ക് കൈമാറുന്നതും പ്രോസസ് 2ലേക്ക് കൈമാറുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ എത്ര എഴുതുന്നു? വെയർ ഹൗസിലേക്ക് കൈമാറുന്നത് 420 × 15 6300. ഇവിടെ പ്രോസസ് 2ലേക്ക് കൈമാറുന്നത് 840 × 15 12600. ഓക്കെ, 6300-ഉം 12600-ഉം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. സോ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മളുടെ ക്വസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കണം. അതായത് കോസ്റ്റ് പെർ ടൺ എന്ന് കാണാനുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. കോസ്റ്റ് പെർ ടൺ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഇതൊക്കെ നോട്ടിൽ എഴുതേണ്ടതാണ്. വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 19,152 മൈനസ് 252 ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1400 മൈനസ് 56 പ്ലസ് 84, അതായത് 1400 ആണ് വരിക. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ₹15 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കോസ്റ്റ് ഓഫ് പിന്നെ എന്ത് കാണിക്കാം? കോസ്റ്റ് ഓഫ് എത്ര? ഈ 420 ടണ്ണിൻ്റെ കോസ്റ്റ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 420 ടൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 420 × 15, അതായത് 6300. അതുപോലെ കോസ്റ്റ് ഓഫ് 840ൻ്റെ കാണിക്കാം. അത് എത്രയാണ് വരുന്നത്? 12600. അത് രണ്ടും രണ്ട് ലൈനായിട്ട് താഴെ എഴുതാം. ഓക്കെ, ഇനി നമ്മളടുത്തത് പ്രോസസ് 2 ഓപ്പൺ ചെയ്യാം. പ്രോസസ് 2 അക്കൗണ്ട്. സോ പ്രോസസ് 2 അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പ്രോസസ് 1 എന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒന്നുമില്ല. സോ പ്രോസസ് 1 എന്ന് നമുക്ക് എത്രയാണ് കിട്ടിയത്? 840 12600. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലൊന്ന് നോക്കാം. പ്രോസസ് 2ൽ എത്രയാണ് റോ മെറ്റീരിയൽസ്? 160 റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ആലോചിക്കുക, ഇത് ഏതോ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ആ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള പ്രോഡക്റ്റ് കിട്ടി. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ എന്തോ തരത്തിലുള്ള റോ മെറ്റീരിയൽസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ തരത്തിലുള്ള പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ 160 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് 2ൽ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ സെയിം നാച്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കും, നെക്സ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് കടക്കും. അവിടെയൊന്നും റോ മെറ്റീരിയൽസ് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റോ മെറ്റീരിയൽസ് 160 യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റേറ്റ് പെർ ടൺ 16 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുന്നു?
ടു റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 160 ഇൻറ്റു 16, അതായത് 2560 എഴുതുന്നു. ദെൻ വേജസ് നമുക്ക് വന്നിട്ടുണ്ട്. വേജസ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3140 വന്നു. സോ ഇവിടെ നമ്മൾ ടോട്ടൽ കാണുമ്പോൾ 1000 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ ടോട്ടൽ 18300 യൂണിറ്റ്സ് വരുന്നു. സോ ഇവിടെ ടോട്ടൽ ചെയ്യുക 1000 18300 യൂണിറ്റ്സ് വന്നു. ഓക്കെ, ദെൻ ഇവിടെയും ഇതേപോലെ തന്നെ എന്തുണ്ടായിട്ടുണ്ട്? നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. നോർമൽ ലോസ് എത്ര ശതമാനമാണ്? 4%. സോ പിന്നെ 1000ൻ്റെ 4% എന്ന് പറയുമ്പോൾ 40. ഇവിടെ ഒന്നുമില്ല. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായിട്ടുണ്ട് 1000ൻ്റെ 6%, 60. അത് എത്ര രൂപ വെച്ചിട്ടാണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ നോക്കാം. 6 രൂപ എത്ര പ്രോസസ് 2-ൽ 5 രൂപ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ 5 രൂപ വെച്ചിട്ടെന്ന് പറയുമ്പോൾ 6×5 30, 300 രൂപയാണ് ഇവിടെ വരിക. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ടു വെയർ ഹൗസും അതേപോലെ തന്നെ പ്രോസസ് 3യിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ടു വെയർ ഹൗസിലേക്കും പ്രോസസ് 3യിലേക്കും നമ്മൾ മാറ്റുന്നു. അത് എത്രയാണ് മാറ്റുന്നത്? ട്രാൻസ്ഫർ ടു വെയർ ഹൗസിലേക്ക് മാറ്റുന്നത് 40%, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് 60% മാറ്റുന്നത്. ഓക്കെ, സോ എത്രയാണ് ഇവിടെ ബാലൻസ് വരിക എന്നുള്ളത് നോക്കാം. 1000 ആണ്. 1000ൽ നിന്നും 100 പോയിട്ടുണ്ടെങ്കിൽ 900 ആണ് വരുന്നത് അല്ലേ? ഈ 900ൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ വെയർ ഹൗസിലേക്ക് മാറ്റുന്നത്? 40%. ഓക്കെ, സോ 40% മാറ്റുമ്പോൾ 360 യൂണിറ്റ്സ് വരും. ഇവിടെ ഇനി ബാക്കി 60% എന്ന് പറയുന്നത് 540 യൂണിറ്റ്സ് വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. വെയർ ഹൗസിലേക്ക് 40%, ഇവിടെ 60%. ഇതൊക്കെ വർക്കിംഗ് നോട്ടിൽ എഴുതുക കേട്ടോ. ദെൻ ഇവിടെ എമൗണ്ട് ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ നോക്കുക, എത്രയാണോ നെറ്റ് എക്സ്പെൻഡിച്ചർ വരുന്നത് എത്രയാണ്? 18,300 അല്ലേ? ഈ 18,300ൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ എത്ര കുറയ്ക്കുന്നു? 300 കുറയ്ക്കും. 300 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1000ൽ നിന്ന് 100 പോയിട്ടുണ്ടെങ്കിൽ 900. ഓക്കെ, അപ്പോൾ 18,000 ഡിവൈഡഡ് ബൈ 900 എത്രയാണ് വരുന്നത്? 20 രൂപയാണ് വരുന്നത്. ഓക്കെ, സോ 20 രൂപ വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. സോ 360 ഇൻറ്റു 20 ഇവിടെ എത്ര വരും? 7200. ദെൻ 540 ഇൻറ്റു 20 10,800 വരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രോസസ് 2ൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. വർക്കിംഗ് നോട്ട് എന്താണ് എഴുതേണ്ടത്? കോസ്റ്റ് പെർ ടൺ. അതായത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പെർ ടൺ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നെറ്റ് എക്സ്പെൻഡിച്ചർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇക്വേഷനെ വീണ്ടും എഴുതുക. 18,300 മൈനസ് 300 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 100, അതായത് ₹20. ഇനി ഇതിലേക്ക് വെയർ ഹൗസിലേക്ക് എത്ര മാറ്റും? 18,000ൻ്റെ പിന്നെ വെയർ ഹൗസിലേക്ക് എത്രയാണ് മാറ്റുന്നത്? നമ്മൾ 40%. അപ്പോൾ ആ 40% എന്ന് പറയുന്നത് 360 കിട്ടിയിട്ടില്ല. 360ൻ്റെ 20 രൂപ വെച്ചിട്ട് അപ്പോൾ 7200 മാറ്റുന്നത്. ദെൻ പിന്നെ വരുന്നത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് മാറ്റുന്നത് എത്രയാണ്? 540 540 ഇൻറ്റു 20 പിന്നെ അപ്പോൾ 10,800 കിട്ടും. ഇനി ഇത് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി എന്ത് ചെയ്യാം? ബാലൻസ് എത്രയാണ് വരുന്നത്? നെറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 18,000 അല്ലേ? ഈ 18,000നെ 40ഉം 60ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 18,000ൻ്റെ 40% 7200, 18,000ൻ്റെ 60% 10,800. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രോസസ് 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, പ്രോസസ് 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സോ പ്രോസസ് 3ൽ നമ്മൾ എന്താണ് ചെയ്യുക? ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് 2ൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പ്രോസസ് 2ൽ നിന്നും ക്യാരി ഫോർവേഡ് ചെയ്ത് 540 10,800. ഓക്കെ, ഇനി ഇവിടെയും ഇതേപോലെ റോ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ? റോ മെറ്റീരിയൽസ് എത്രയാണ്? 1260 യൂണിറ്റ്സ് ആണ്. അതിന് ക്വസ്റ്റ്യനിൽ നോക്കുക എത്രയാണ് റേറ്റ് വരുന്നത്? 7 രൂപ വെച്ചിട്ട്. കണ്ടോ, പ്രോസസ് 3ൽ 1260 റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് 7 രൂപ വെച്ചിട്ട്. സോ 7 രൂപ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8,820 വരുന്നു. ഓക്കെ, ദെൻ വേജസ് എത്രയാണ് വരുന്നത്? 2,898 വരുന്നു. സോ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 1,800 യൂണിറ്റ്സ് വരുന്നു. ഇവിടെ 22,518 എമൗണ്ട് വന്നു. ഓക്കെ, സോ 1,800 22,518. ഇനി ഇവിടെയും ഇതേപോലെ തന്നെ എന്തുണ്ട്? നോർമൽ ലോസ് ഉണ്ട്. സോ നോർമൽ ലോസ് എന്ന് പറയുന്നത് 72 ആണ്. അതിന് വാല്യൂ ഒന്നുമില്ല.
നോർമൽ ലോസ് 4%. ദെൻ 4% എന്തിൻ്റെ 1800-ൻ്റെ. ദെൻ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 6%. സോ 108 എത്ര രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര? 6 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. സോ 648 ഇവിടെ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്താണ് വെയർ ഹൗസിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യണത്? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് മാറ്റുന്നില്ല, വെയർ ഹൗസിലേക്ക്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും 1800-ൽ നിന്നും 180 കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 1620 വരും. ദെൻ എമൗണ്ട് കോളത്തിനും ഇതേപോലെ 22,518-ൽ നിന്നും 648 കുറച്ചിട്ടുണ്ടെങ്കിൽ 21,870 വരും. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിൽ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഇനി നമ്മളിവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതേപോലെ വർക്കിംഗ് നോട്ടിൽ നിങ്ങൾ എഴുതുക കോസ്റ്റ് പെർ യൂണിറ്റ്. അതിൽ എക്സ്പെൻഡിച്ചർ 22,518 മൈനസ് 648, അതായത് സ്ക്രാപ്പ് വാല്യൂ, ഡിവൈഡഡ് ബൈ 1800 മൈനസ് 180. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 13.50 കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സ്ക്രാപ്പ് വാല്യൂം അതേപോലെ തന്നെ പിന്നെ ഒരു പോർഷൻ വെയർ ഹൗസിലേക്ക് മാറ്റി, അതായത് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ അപ്പം തന്നെ വെയർ ഹൗസിലേക്ക് മാറ്റിയിട്ട് സെയിൽ ചെയ്യുന്ന ടൈപ്പ് പ്രോഡക്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെ നമ്മൾ 2ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഭാഗത്തിനെ വെയർ ഹൗസിലേക്ക് മാറ്റുന്നു, മറ്റേ ഭാഗത്തിനെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചെയ്യാം.